നമസ്കാരം മക്കളെ. ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു വെണ്ടയ്ക്ക വറവ് തൈര് കറിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. വളരെ രുചികരമായിട്ടുള്ള ഒരു വെണ്ടയ്ക്ക വറവ് തൈരാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. വെണ്ടയ്ക്ക കൂട്ടാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇങ്ങനൊരു കറി തയ്യാറാക്കി കൊടുത്താൽ ചോറ് കഴിക്കാൻ പിന്നെ ഇത് മാത്രം മതിയെന്ന് പറയും, വേറെ ഒന്നും വേണ്ടെന്ന് പറയും. അപ്പം വെണ്ടയ്ക്ക കിട്ടുമ്പോൾ ഒരു തവണയെങ്കിലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ. പിന്നെ ഇങ്ങനെ നമുക്ക് സ്ഥിരം വെക്കണമെന്ന് തോന്നും. അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 300 ഗ്രാം മൂക്കാത്ത വെണ്ടയ്ക്ക അതെല്ലാം കഴുകി വെള്ളമെല്ലാം തോർത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് മൂത്തതാണോ ഇളതാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മളാണ്ട് ഈ കണ്ടില്ല ഇതേ രീതിയിൽ ഒന്ന് ഒടിച്ച് നോക്കിയാൽ മാത്രം മതി. അപ്പം നമുക്കറിയാൻ പറ്റും. അപ്പം ഇത് കട്ട് ചെയ്യാം. ഇതിൻ്റെ വാലും തലയും കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നീളത്തിലാണിത് കട്ട് ചെയ്യുന്നത്. കാരണം ഇത് കനക്കുറവായതുകൊണ്ട് നമ്മൾ 4ആയിട്ടേ പിളർക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഇത് 2 പീസ് കഷ്ണങ്ങളായിട്ട് എടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നീളത്തിലാണ് നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ മസാലകളൊക്കെ പിടിച്ചത് മൂക്കാൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കണ്ടില്ലേ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് ഇതിലേക്ക് നമ്മളിനി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കും. കാരണം ഇത് നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഇതിൻ്റെ കിളുകിളുപ്പും വഴുവഴുപ്പുമെന്നൊക്കെ പറയുമല്ലോ എല്ലാവരും. അപ്പോൾ കിളുകിളുപ്പ് അറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ ഈ ഉപ്പ് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുത്ത് നമ്മൾ അധികം വെച്ചേക്കുകയും ചെയ്ത് അപ്പോൾ ഈ ഉപ്പ് അലിയുന്ന അനുസരിച്ച് നമുക്കിതിനകത്ത് വെള്ളം ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടാവുകൊണ്ട് നമ്മൾ ഉപ്പ് പുരട്ടിയ ഉടനെ തന്നെ ഇത് പാകം ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ ഒരു 200 ഗ്രാം കട്ട തൈരായിരുന്നു. ഞാനിത് ഉപ്പുമൊക്കെ ചേർത്ത് ഉടച്ച് കേട്ടോ. പെട്ടെന്ന് അറിയാതെ അങ്ങ് ഉടച്ചു പോയി. അതുകൊണ്ടാണ് ഇതിങ്ങനെ ലൂസായിട്ടിരിക്കുക. അപ്പോൾ ഉടച്ച തൈരാണ് അപ്പം എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ പാൻ അടുപ്പയിൽ വെച്ചു. ഈ പാൻ എണ്ണ ഒഴിക്കുന്നതിന് മുമ്പേ നമ്മൾ നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കണ്ടില്ല എണ്ണ കിളുകിളുപ്പും വഴുവഴുപ്പും നൂല് പോലെ സാധാരണ നമ്മൾ വെണ്ടയ്ക്ക ഇടുമ്പം വരില്ല. ഇതിനകത്ത് അങ്ങനെയൊന്നും അറിയുന്നില്ലല്ലോ കണ്ടില്ലേ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ്. എണ്ണ പാത്രത്തിൽ ഡയറക്റ്റ് ഒഴിക്കാതെ നമ്മുടെ ഈ വെണ്ടയ്ക്കകത്ത് ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് നമ്മളിതിലേക്ക് നമ്മുടെ മസാലകളൊക്കെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ മസാലകളെല്ലാം നമ്മുടെ ഈ വെണ്ടയ്ക്കകത്ത് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ എണ്ണ ചൂടായ എണ്ണയിലേക്ക് മുളക് പൊടി ഇട്ട് മൂപ്പിച്ചിട്ട് ഇതിട്ടാൽ മുളക് പൊടിയെല്ലാം നമ്മുടെ ഈ വെണ്ടയ്ക്കകത്ത് പിടിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ആ ഉപ്പിൻ്റെ മയവും അതിൻ്റെ വെള്ളമയവും എല്ലാം കൂടെ ചേർന്ന് ഇതിനകത്തങ്ങ് കൂട്ടി പെരണ്ടോളും. നമ്മുടെ പാത്രത്തിൽ ഒട്ടുമേ ഇത് പെരളത്തില്ല. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇതിനകത്ത് പിടിക്കാൻ വേണ്ടിയാണ് ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം കൂട്ടി പെരട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ ഇത് സോഫ്റ്റ് ആകാൻ വേണ്ടി ഇതിനകത്ത് മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കും. ഞാൻ ചെയ്യുന്ന രീതിയായത് കേട്ടോ മക്കളെ, അറിയാൻ പാടില്ലാത്തവർക്കും വേണ്ടിയാണ്. അപ്പോൾ ഇത് തുറന്നു നോക്കി വീണ്ടും നമ്മൾ കൂട്ടിയിടാം. കണ്ടില്ലേ നമ്മുടെ മസാലകളെല്ലാം നമ്മുടെ വെണ്ടയ്ക്കകത്ത് പിടിച്ചിട്ടുള്ളൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. ഇതൊന്ന് കൂട്ടി വെച്ചിട്ട് വീണ്ടും നമ്മൾ 1, 2, 3 പ്രാവശ്യം കുറേ പ്രാവശ്യം നമ്മളിങ്ങനെ അടച്ച് വെച്ച് ഇത് സോഫ്റ്റ് ആകാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. പിന്നെ വീണ്ടും കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ മസാലകളൊന്നും നമ്മുടെ ചട്ടിയിൽ പുരണ്ടിട്ടില്ല. എല്ലാം നമ്മുടെ ഈ വെണ്ടയ്ക്കകത്ത് തന്നെ പുരണ്ട്. കണ്ടില്ലേ കിളുകിളുപ്പും വഴുവഴുപ്പും ഒന്നുമില്ല. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കണം മക്കളെ. വെണ്ടയ്ക്ക കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇങ്ങനെ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് വെണ്ടയ്ക്ക ഇങ്ങനെയാണ് ഞാൻ മിക്കപ്പോഴും ചെയ്ത് കഴിക്കും തൈരിൻ്റെ കൂടെ. പിന്നെ ഉപ്പിൽ പറ്റിക്കുന്നതും നല്ലതാണല്ലോ. വെണ്ടയ്ക്ക എന്ന് പറയുമ്പോൾ നല്ലൊരു പച്ചക്കറിയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ കോൺഫ്ലവർ ചേർക്കുന്നത് ഒരു തിക്കായിട്ട് നല്ലതുപോലെ നമ്മുടെ മസാലകളൊക്കെ പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം കോൺഫ്ലവറും ചേർത്ത് ഒന്ന് കൂട്ടി പെരട്ടി ആവശ്യത്തിന് ഉപ്പും എല്ലാം ഉണ്ട് കേട്ടോ. ഉപ്പൊക്കെ നമ്മൾ തൈരിനകത്തും വെണ്ടയ്ക്കകത്തും ചേർത്തപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയായിരുന്നു. ഉപ്പ് ആവശ്യത്തിനുണ്ട്. ഇനി നമ്മളിതിനകത്ത് അധികം ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള റെസിപ്പീസൊന്നും നമ്മളധികം ഉപ്പ് ചേർക്കരുത്. ഉപ്പ് ചേർത്താൽ തന്നെ ടേസ്റ്റ് കാണില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ ഇതേ രീതിയെല്ലാം പറ്റി കണ്ടില്ലേ. നമ്മുടെ പാത്രത്തിൽ ഒരു മസാല പോലും പിടിച്ചിട്ടില്ല. അപ്പോൾ മക്കളെ ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നമ്മുടെ തൈരിനകത്തോട്ട് ഇടുന്ന ആ വീഡിയോ അങ്ങ് മിസ്സായിപ്പോയി കേട്ടോ. അപ്പോൾ ഇട്ടതിന് ശേഷമുള്ള സീനാണിത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇട്ട് കഴിഞ്ഞ് ഒന്ന് കൂട്ടി പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇതിനകത്ത് സ്പ്രെഡ് ചെയ്താലും നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ കേട്ടോ. കണ്ടില്ലേ നമ്മുടെ വെണ്ടയ്ക്ക വറവ് തൈര് കറി കണ്ടില്ലേ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ചോറ് കഴിക്കാൻ ഒരു തവണയെങ്കിലും മക്കളെ ഇങ്ങനെ ചെയ്തു നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പഴയതുപോലെ എല്ലാവരും കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയറോടെ ചെയ്ത് കൊടുക്കണം കേട്ടോ മക്കളെ. അപ്പോൾ ഹൈപ്പ് ചെയ്യണം, ഓൾ എന്ന ഓപ്ഷനൂടെ കൊടുക്കണം, എങ്കിലേ അമ്മ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഈ എന്തൊരു ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ഞാനൊരു കുറച്ച് ചോറെടുത്ത്, എനിക്ക് കൊതി നിൽക്കുന്നില്ല. അപ്പം ഞാനിതൊന്ന് കഴിക്കുകയാണ്. ഈ വെണ്ടയ്ക്ക തൈര് മാത്രം കൂട്ടിയാണ് ഞാൻ ഈ ചോറ് കഴിക്കുന്നത്, കണ്ടില്ലേ. അപ്പം മക്കളെ, അടുത്ത ഒരു നല്ല വീഡിയോ വരുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.